നമസ്കാരം, ഞാൻ ഉന്മേഷ് വരാമൻ. 24 റൗണ്ടപ്പിലേക്ക് വിശദമായി. ഭീകരർ എത്തിയെന്ന സംശയത്തെ തുടർന്ന് ചെന്നൈയിൽ നിന്ന് ശ്രീലങ്കയിലേക്കുള്ള വിമാനത്തിൽ തിരച്ചിൽ നടത്തി. ഇന്ത്യ നൽകിയ വിവരത്തെ തുടർന്നാണ് ശ്രീലങ്കൻ എയർലൈൻസ് പരിശോധന നടത്തിയത്. സംശയാസ്പദമായി ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് ശ്രീലങ്കൻ എയർലൈൻസ് അറിയിച്ചു. ചെന്നൈയിൽ നിന്ന് ഉച്ചയ്ക്ക് 11:59 കൊളംബോയിലെത്തിയ UL 122 നമ്പർ വിമാനത്തിലാണ് ഭീകരർക്കായി തെരച്ചിൽ നടത്തിയത്. ഇന്റലിജൻസ് വിഭാഗത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് നടത്തിയ പരിശോധന 3 മണിക്കൂറിലധികം നീണ്ടു. പിന്നാലെ പരിശോധന സ്ഥിരീകരിച്ച് ശ്രീലങ്കൻ എയർലൈൻസ് വാർത്താക്കുറിപ്പിറക്കി. ചെന്നൈ എയർപോർട്ട് അധികൃതരുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യ തേടുന്ന ഭീകരനായാണ് തെരച്ചിൽ നടത്തിയതെന്നാണ് വാർത്താക്കുറിപ്പിലുള്ളത്. ആരെയെങ്കിലും കസ്റ്റഡിയിലെടുത്തതായോ സംശയാസ്പദമായ എന്തെങ്കിലും കണ്ടെത്തിയതായോ വാർത്താക്കുറിപ്പിലില്ല. എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കുള്ള 6 പേർക്ക് വേണ്ടിയായിരുന്നു തെരച്ചിലെന്ന് ശ്രീലങ്കൻ പോലീസ് വക്താവ് പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. ഇവർ ചെന്നൈയിലെത്തിയിരുന്നു എന്ന സൂചന ശക്തിപ്പെടുത്തുന്നതാണ് ഈ റിപ്പോർട്ട്. പഹൽഗാം ഭീകരാക്രമണത്തിനു പിന്നാലെ ബന്ദാരനായകി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഏർപ്പെടുത്തിയ പരിശോധന ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 24 ചെന്നൈ. രാജസ്ഥാനിൽ അതിർത്തി കടക്കാൻ ശ്രമിച്ച പാക് ജവാൻ BSFന്റെ പിടിയിലായി. രാവിലെ ഇന്ത്യൻ ഭാഗത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു നടപടിയെന്നാണ് സൂചന. സുരക്ഷാ സേന ഇയാളെ ചോദ്യം ചെയ്യുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ കൂടുതൽ നടപടികളുമായി ഇന്ത്യ. പാകിസ്ഥാനുമായുള്ള പോസ്റ്റൽ സർവീസും വ്യാപാര ബന്ധവും നിർത്തിവെച്ചു. ഭീകരർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ചു. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടു. ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. പാകിസ്ഥാനുമായി നേരിട്ടും അല്ലാതെയുമുള്ള കയറ്റുമതിയും ഇറക്കുമതിയുമാണ് നിർത്തിവെച്ചത്. ദേശീയ സുരക്ഷയും പൊതുനിയമവും കണക്കിലെടുത്താണ് നടപടി. പാക് പതാക വെച്ച കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖങ്ങളിൽ വിലക്കേർപ്പെടുത്തി. ഇന്ത്യൻ പതാക വെച്ച കപ്പലുകൾ പാകിസ്ഥാൻ തുറമുഖങ്ങളിൽ പ്രവേശിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. പാകിസ്ഥാനുമായുള്ള എല്ലാവിധ പോസ്റ്റൽ പാർസൽ സർവീസുകളും ഇന്ത്യ അവസാനിപ്പിച്ചു. വ്യോമമാർഗമോ കരമാർഗമോ പോസ്റ്റൽ പാർസൽ സർവീസുകൾ ഇനി ഉണ്ടാകില്ല. ഭീകരതയ്ക്കെതിരെ നടപടിയെടുക്കാൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. पहलगाम में हुए आतंकी हमले में मारे गए लोगों के प्रति राष्ट्रपति लॉरेंसो और अंगोला की संवेदनाओं के लिए मैं उनका आभार व्यक्त किया. ഇന്ത്യൻ നടപടികളിൽ പാകിസ്ഥാൻ പരിഭ്രാന്തിയിലാണ്. 2 മാസത്തേക്ക് ആവശ്യമായ ഭക്ഷണം സംഭരിക്കാൻ താമസക്കാർക്ക് പാക് അധീന കശ്മീരിലെ ഭരണകൂടം നിർദ്ദേശം നൽകി. നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ശാഖകൾ പാകിസ്ഥാൻ ബാങ്കുകൾ അടച്ചുപൂട്ടി. 50 ഇടങ്ങളിൽ യുദ്ധ സൈറനുകൾ സ്ഥാപിച്ചു. ഇതിനിടെ 480 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തിയതായും പാകിസ്ഥാൻ അവകാശപ്പെട്ടു. തുടർച്ചയായ 9ാം നാളിലും പാകിസ്ഥാന്റെ പ്രകോപനം തുടരുകയാണ്. അഖ്നൂരിലും ഉറിയിലും കുപ്വാരയിലും പാക് പോസ്റ്റുകളിൽ നിന്ന് വെടിവെപ്പുണ്ടായി. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടി നൽകി. വിനീത VG 24 ഡൽഹി. ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തിയ നുണപ്രചാരണങ്ങൾ പൊളിച്ചടക്കി ഇന്ത്യ. യുദ്ധം ചെയ്യാൻ മടിച്ചതിന് ഉന്നത സൈനിക ഉദ്യോഗസ്ഥനെ ഇന്ത്യ പുറത്താക്കി എന്നതടക്കമുള്ള നുണകളാണ് പൊളിഞ്ഞത്. ആയുധബലം കൊണ്ടോ നയതന്ത്ര കരുത്തുകൊണ്ടോ ഇന്ത്യയെ വെല്ലുവിളിക്കാനാകില്ലെന്ന ബോധ്യമുള്ള പാകിസ്ഥാന്റെ അവസാന അടവുകളിലൊന്നാണ് നുണപ്രചാരണം. ഇന്ത്യൻ സൈനികരുടെ മനോവീര്യം കെടുത്താനാകുമോ എന്നാണ് നോക്കുന്നത്. പക്ഷേ പാക് നുണകൾക്ക് പോലും അധികം ആയുസില്ല. ഡിഫൻസ് ഇന്റലിജൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ DS റാണയെ പുറത്താക്കിയെന്നാണ് പാക് മാധ്യമങ്ങൾ പറഞ്ഞു പരത്തിയ ആദ്യ നുണ. കാലാപാനിയിലേക്ക് അയച്ചെന്നാണ് പാക് സൈബർ പോരാളികളുടെ പരിഹാസം. എന്നാൽ തന്ത്രപ്രധാനമായ ആൻഡമാൻ നിക്കോബാർ കമാൻഡിന്റെ കമാൻഡർ ഇൻ ചീഫായി അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്തതാണ് യാഥാർത്ഥ്യം. ലഫ്റ്റനന്റ് ജനറൽ സുജീന്ദ്ര കുമാറിനെ നോർത്തേൺ കമാൻഡിൽ നിന്ന് പുറത്താക്കിയെന്നത് അടുത്ത നുണ. 4 പതിറ്റാണ്ട് നീണ്ട സേവനത്തിനൊടുവിൽ ഏപ്രിൽ 30 അദ്ദേഹം വിരമിച്ചെന്നതാണ് നേര്. നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യവും ഇതാണ്. യുദ്ധം ചെയ്യാൻ മടിച്ചതിന് എയർ മാർഷൽ SP ധൻഖറിനെ പുറത്താക്കിയെന്നത് അടുത്ത നുണ. അദ്ദേഹവും സർവീസ് പൂർത്തിയാക്കി ഏപ്രിൽ 30 വിരമിച്ചതാണ്. വിരമിച്ചവരാവട്ടെ എല്ലാ ആദരവും സ്വീകരിച്ചാണ് സൈനിക സേവനം അവസാനിപ്പിച്ചത്. നുണ പ്രചരിപ്പിക്കുന്ന പാക് മാധ്യമങ്ങളെയും സമൂഹ മാധ്യമ അക്കൗണ്ടുകളെയും ഇന്ത്യയിൽ പൂട്ടുകയാണ് കേന്ദ്രം. 24 ഡൽഹി. പാക് പൗരെ വിവാഹം ചെയ്ത വിവരം മറച്ചുവെച്ച CRPF ജവാനെതിരെ നടപടി. ജവാനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ജമ്മു സ്വദേശി മുനീർ അഹമ്മദിനെയാണ് പിരിച്ചുവിട്ടത്. ജവാൻ വിവരം മറച്ചുവെച്ചത് ദേശസുരക്ഷയ്ക്ക് ഹാനികരമായി എന്നാണ് കണ്ടെത്തൽ.
പാകിസ്ഥാൻ യുവതിയുമായുള്ള വിവാഹം മറച്ചുവെച്ചതിനെ തുടർന്നാണ് CRPF ജവാൻ മുനീർ അഹമ്മദിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത്. ജവാന്റെ പ്രവൃത്തി സേവന പെരുമാറ്റച്ചട്ട ലംഘനവും ദേശീയ സുരക്ഷയ്ക്ക് ഹാനികരവുമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. പാകിസ്ഥാനിലെ സിയാൽകോട്ട് സ്വദേശിയായ മിനൽ ഖാനെ വിവാഹം കഴിക്കാൻ അഹമ്മദ് 2023-ൽ CRPFിൽ നിന്ന് അനുമതി തേടിയിരുന്നു. സേനയുടെ അനുമതി ലഭിക്കുന്നതിന് മുമ്പാണ് 2024 മെയ്യിൽ മിനൽ ഖാനെ വിവാഹം ചെയ്തത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ പൗരന്മാരുടെ രാജ്യം വിടണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. പാകിസ്ഥാനിലേക്ക് അയക്കരുതെന്ന് ആവശ്യപ്പെട്ട് ഭാര്യ കോടതിയെ സമീപിച്ചു. ഇതോടെ ഇരുവരുടെയും വിവാഹ വിവരം പുറത്തറിഞ്ഞു. സംഭവത്തിൽ CRPF മുനീർ അഹമ്മദിനെ ജമ്മു കശ്മീരിൽ നിന്ന് ഭോപ്പാലിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. പിന്നാലെയാണ് സേനയിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ടുള്ള നടപടി. 24 ഡൽഹി. റാപ്പർ വേഡിനെതിരായ പുലിപ്പല്ല് കേസിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ന്യായീകരിച്ച് മേധാവിയുടെ റിപ്പോർട്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയത് ചട്ടപ്രകാരമുള്ള നടപടികൾ എന്നാണ് വനമന്ത്രിക്ക് നൽകിയ അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. എന്നാൽ മാധ്യമങ്ങളുമായി വിവരം പങ്കുവച്ചതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പുലിപ്പല്ല് കേസിൽ റാപ്പർ വേടന്റെ അറസ്റ്റും പിന്നാലെയുണ്ടായ വിവാദങ്ങൾക്കുമൊടുവിലാണ് മന്ത്രി AK ശശീന്ദ്രൻ വനം വകുപ്പ് മേധാവിക്ക് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയത് ചട്ടപ്രകാരമുള്ള നടപടികളെന്നാണ് വനം മന്ത്രിക്ക് നൽകിയ അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. പോലീസ് കൈമാറിയ കേസായതിനാലാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മാധ്യമങ്ങളുമായി വിവരം പങ്കുവച്ചത് മാത്രമാണ് ഉദ്യോഗസ്ഥ വീഴ്ചയായി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. പെരുമാറ്റച്ചട്ടങ്ങൾ ഉദ്യോഗസ്ഥർ ലംഘിച്ചെന്നും മാധ്യമങ്ങൾക്ക് തെറ്റായ വിവരം ഉൾപ്പെടെ നൽകിയത് വകുപ്പിന്റെ മോശം പ്രതിച്ഛായയ്ക്ക് കാരണമായെന്നും വനം മേധാവി രാജേഷ് രവീന്ദ്രന്റെ റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം വനം മന്ത്രിയായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. സർവീസ് ചട്ടലംഘനം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് സ്ഥലമാറ്റം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് സാധ്യത. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കും നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനം. 24 പത്തനംതിട്ട. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണമെന്ന് AICC നേതൃത്വത്തോട് K സുധാകരൻ. തെരഞ്ഞെടുപ്പിന് മുൻപ് നേതൃമാറ്റം ഗുണം ചെയ്യില്ല എന്നാണ് K സുധാകരന്റെ പക്ഷം. K സുധാകരന്റെ ആവശ്യം നേതൃത്വം അംഗീകരിച്ചുവെന്നാണ് സൂചന. ഡൽഹിയിലെത്തി AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവരുമായി K സുധാകരൻ കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് KPCC നേതൃമാറ്റ ചർച്ചകൾ വീണ്ടും സജീവമായത്. സുധാകരനെ അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. താൻ തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് നേതൃത്വത്തെ സുധാകരൻ അറിയിച്ചെന്ന വിവരങ്ങളും പുറത്തുവന്നു. എന്നാൽ സുധാകരൻ അത് പൂർണ്ണമായും തള്ളി. അങ്ങ് തുടരുന്നില്ല എന്നൊന്നും ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ പ്രവർത്തനവും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങളും വിലയിരുത്തേണ്ടുന്നത് എൻ്റെ ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡിന് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വിൽ അക്സെപ്റ്റ് ഇറ്റ്. ഞാൻ ആരെ പേരും നിർദ്ദേശിക്കണമെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം വരണ്ടേ? മാറ്റുന്നു എന്ന് വന്നാലല്ലേ നിർദ്ദേശം. ഡൽഹിയിൽ നടന്ന ചർച്ചയിൽ സുധാകരൻ മുന്നോട്ട് വെച്ചത് ഒറ്റ ആവശ്യം മാത്രമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണം. LDF സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്നതാണ് തന്റെ രാഷ്ട്രീയ ലക്ഷ്യം. അതിനിടയിൽ അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റിയാൽ വ്യക്തിപരമായി പ്രയാസമുണ്ടാക്കുമെന്നും സുധാകരൻ നേതൃത്വത്തെ അറിയിച്ചു. ഉടൻ നേതൃമാറ്റം ഉണ്ടാവില്ലെന്ന് ഉറപ്പ് ലഭിച്ച ശേഷമാണ് സുധാകരൻ ഡൽഹിയിൽ നിന്നും മടങ്ങിയതെന്നാണ് സൂചന. തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ DCC പുനഃസംഘടന വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നും AICC നേതൃത്വത്തോട് K സുധാകരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. KPCC അധ്യക്ഷനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പ്രവർത്തക സമിതി അംഗമായ താൻ അറിഞ്ഞിട്ടില്ലെന്ന് ഡോക്ടർ ശശി തരൂർ MP. എൻ്റെ അറിവിൽ എനിക്കിതിനെക്കുറിച്ച് ഒരു വാക്കുമില്ല. ഞാനൊരു വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ട് ആരും എന്നെ വിളിച്ചിട്ട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇത് നിങ്ങൾ മാധ്യമത്തിൽ നിങ്ങളത് പറയുന്നതെന്ന് കേട്ടു, പക്ഷെ ഞാൻ ഒഫീഷ്യൽ സോഴ്സ് ഒന്നും കേട്ടിട്ടില്ല. നിലവിൽ KPCC പ്രസിഡന്റ് മാറേണ്ട സാഹചര്യമില്ലെന്ന് K മുരളീധരൻ. അങ്ങനെ മാറേണ്ട ഒരു സാഹചര്യം കേരളത്തിലുണ്ട് എന്ന് ഞങ്ങൾക്ക് ആർക്കും അഭിപ്രായമില്ല. അങ്ങനെ കേരളത്തിനാരും ആവശ്യപ്പെട്ടിട്ടുമില്ല. അതെന്തായാലും ഉണ്ടാവില്ല എന്നുള്ള കാര്യം 101% ഉറപ്പാണ്. KPCC പുനഃസംഘടന വേണമോ എന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. അവരുടെ തീരുമാനം എന്തെന്ന് തനിക്കറിയില്ലെന്നും ചെന്നിത്തല പ്രതികരിച്ചു. 24 കണ്ണൂർ. ചെമ്പടയുടെ കാവലാൾ എന്ന വാഴ്ത്തുപാട്ടിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് ഡോക്യുമെന്ററി പുറത്തിറക്കാൻ സെക്രട്ടേറിയറ്റിലെ CPIM സംഘടന 15 ലക്ഷം രൂപ ചെലവിട്ടാണ് പിണറായി വിജയൻ ദ ലെജൻഡ് എന്ന പേരിൽ ഡോക്യുമെന്ററി നിർമ്മിക്കുന്നത്. ഈ മാസം 21 നടക്കുന്ന ഡോക്യുമെന്ററിയുടെ പ്രകാശന ക്രമത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുമെന്ന് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ട് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ വാഴ്ത്തുപാട്ട് തയ്യാറാക്കിയത്. മുഖ്യമന്ത്രി സാക്ഷിയാക്കി പാട്ട് അവതരിപ്പിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഡോക്യുമെന്ററിയും തയ്യാറാക്കുന്നത്. പിണറായി ദ ലെജൻഡ് അഥവാ പിണറായി എന്ന ഇതിഹാസമെന്നാണ് ഡോക്യുമെന്ററിയുടെ പേര്. പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതവും ഭരണനേട്ടങ്ങളുമെല്ലാം ഡോക്യുമെന്ററിയുടെ പ്രമേയമാകും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് ഉപയോഗിക്കാവുന്ന തരത്തിലാകും പുതിയ ഡോക്യുമെന്ററിയുടെ രൂപകൽപ്പന. വാഴ്ത്തുപാട്ട് കേൾക്കാൻ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചതുപോലെ ഡോക്യുമെന്ററിയുടെ പ്രകാശന കർമ്മത്തിലും മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ട്.
ഈ മാസം 21-ന് സെക്രട്ടേറിയറ്റ് മുന്നിലെ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ഡോക്യുമെന്ററി പ്രകാശനം. 15 ലക്ഷം രൂപ ചെലവിട്ടാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ മുഖ്യമന്ത്രിയെക്കുറിച്ച് ഡോക്യുമെന്ററി തയ്യാറാക്കുന്നത്. ചലച്ചിത്ര പ്രവർത്തകനായ നിയമസ്വദേശി അൽത്താഫാണ് ഡോക്യുമെന്ററിയുടെ സംവിധായകൻ. 2 ആഴ്ച മുമ്പ് തന്നെ ഡോക്യുമെന്ററി തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിയതായി അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ആർ ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം ബ്ലോക്കിലെ 4 പേർ മരിച്ചതും പുക ശ്വസിച്ചല്ലെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംഭവത്തിൽ വിദഗ്ധ സംഘം അന്വേഷണം നടത്തും. മറ്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിലാകും മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം. ഷോർട്ട് സർക്യൂട്ടോ ബാറ്ററിക്കകത്ത് തകരാറോ ആകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം ബ്ലോക്കിലെ തീപിടുത്തത്തിനിടെ മരിച്ച 5 പേരുടെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. 3 പേരുടെ മരണം ഹൃദയാഘാതം കാരണമാണ്. വയനാട് സ്വദേശിയുടെ മരണവും പുക ശ്വസിച്ചല്ല. ഇതര സംസ്ഥാനക്കാരിയായ യുവതി നേരത്തെ മരിച്ചതാണ്. ബന്ധുക്കൾ എത്താത്തതിനാൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല. പൊട്ടിത്തെറി നടന്ന UPS മുറിയിൽ PWD വിഭാഗം പരിശോധന നടത്തി. അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പ്രാഥമിക റിപ്പോർട്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഒന്നുകിൽ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ബാറ്ററിക്കുള്ളിലെ ഇന്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം എന്നുള്ളതാണ്. 5 മരണങ്ങളാണ്. ഏതായാലും ഇത് സംബന്ധിച്ച് വിദഗ്ധമായിട്ടുള്ള ഒരു മെഡിക്കൽ സംഘം അന്വേഷിക്കുന്നതാണ്. സ്വകാര്യ ആശുപത്രികളിൽ കഴിയുന്നവരുടെ ചികിത്സാ ചെലവ് സംബന്ധിച്ച തീരുമാനം ഡോക്ടർമാർ അടങ്ങിയ സംഘത്തിന്റെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം തീരുമാനിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ഇക്കാര്യം സർക്കാർ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസും വ്യക്തമാക്കി. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആരോഗ്യമന്ത്രിയായിട്ട് ചർച്ച ചെയ്തിരുന്നു. ആരോഗ്യമന്ത്രികളോട് അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അത് സംസാരിച്ചിരുന്നു. അത് ഇടപെടുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. എങ്ങനെ ഇടപെടാമെന്നുള്ളത് പരിശോധിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ മന്ത്രി AK ശശീന്ദ്രൻ, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, മെഡിക്കൽ കോളേജ് അധികൃതർ തുടങ്ങിയവർ പങ്കെടുത്തു. അപകടവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ അറിയിച്ചിരുന്നു. 24 കോഴിക്കോട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലെ പൊട്ടിത്തെറിയിൽ സർക്കാരിനെയും ആരോഗ്യമന്ത്രി വീണ ജോർജിനെയും കുറ്റപ്പെടുത്തി പ്രതിപക്ഷം. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാണ് ആവശ്യം. എന്നാൽ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമം എന്നാണ് പ്രതിപക്ഷത്തിന്റേതെന്ന് CPIM പ്രതികരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായ അപകടത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ജീവൻ രക്ഷിക്കേണ്ട സ്ഥാപനം, മലബാറിലെ ഏറ്റവും വലിയ ഒരു സർക്കാർ ആശുപത്രി മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ദുരന്തം ഉണ്ടായപ്പോൾ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മന്ത്രി രാജിവെക്കണം. വലിയൊരു അനാസ്ഥ അധികൃതരിൽ നിന്നുണ്ടായി എന്നുള്ളതിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അത്യാഹിതങ്ങൾ, ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പം അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് മെഡിക്കൽ കോളേജ് അധികാരികൾക്കോ ഗവൺമെൻറ്റിനോ ഒന്നും ഇപ്പോഴും യാതൊരു ധാരണയില്ല. വിഷയത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് VD സതീശനും രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു. ഉത്തരവാദിത്തം വീണ ജോർജ് ഏറ്റെടുക്കണമെന്നായിരുന്നു BJP നേതാവ് K സുരേന്ദ്രന്റെ പ്രതികരണം. കോഴിക്കോട്ടെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് രാജിവെക്കണം എന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ദുരന്തമുഖത്തും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണെന്നാണ് ആരോപണങ്ങൾക്ക് CPIM മറുപടി. വളരെ മോശമാണ്. നമ്മുടെ നാട്ടിൽ വിമാന അപകടം ഉണ്ടാകാറുണ്ട്, തീവണ്ടി അപകടം ഉണ്ടാകാറുണ്ട്, പല ദുരന്തങ്ങളും നമ്മുടെ നാട്ടിലുണ്ടാകാറുണ്ട്. ആ സന്ദർഭത്തിൽ ഒരിക്കലും മറ്റൊരു ഉദ്ദേശത്തോടുകൂടി ആക്ഷേപം ഉന്നയിക്കേണ്ട സമയമല്ല ഇപ്പോൾ. ആരോഗ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ജനപ്രതിനിധികളെ വിളിക്കണമായിരുന്നുവെന്ന MK രാഘവൻ MPയുടെ ആക്ഷേപത്തിന് ആരെയും ക്ഷണിക്കേണ്ട മീറ്റിംഗ് അല്ല നടന്നതെന്നും സാങ്കേതിക വിഭാഗങ്ങളിലെ ജീവനക്കാരും മെഡിക്കൽ കോളേജ് അധികൃതരുമാണ് യോഗത്തിൽ പങ്കെടുത്തത് എന്നും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വിശദീകരണം. സമീർ C മുഹമ്മദ്, 24 കോഴിക്കോട്. കൊല്ലം കുന്നിക്കോട് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ സ്ഥിരീകരിച്ച 7 വയസ്സുകാരിയുടെ നില ഗുരുതരം. തിരുവനന്തപുരം SIT ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് പെൺകുട്ടി. വാക്സിൻ എടുത്താലും ഞരമ്പുകളിൽ കടിയേറ്റാൽ അപകട സാധ്യത കൂടുതലാണെന്ന് SIT സൂപ്രണ്ട് അറിയിച്ചു. കഴിഞ്ഞ മാസം 8-ാം തീയതിയാണ് കൊല്ലത്ത് വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോൾ കുട്ടിക്ക് തെരുവുനായുടെ കടിയേറ്റത്. ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി. വാക്സിനും ആരംഭിച്ചു. വാക്സിൻ അവസാന ഡോസ് എടുക്കുന്നതിന് മുൻപ് പനി ആരംഭിച്ചു. തുടർന്ന് SIT ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. ടെമ്പറേച്ചർ കൂടിയിട്ട് ഞാൻ മെഡിസിറ്റി തന്നെ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ മുറിവിൽ നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, മുറിവെല്ലാം കരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവളെ സ്ഥിരം കാണിക്കുന്ന പുനലൂർ ഇപ്പോൾ വിജയ ജൂബിലി രാജൻ ജോർജ് സാറിനെ കൊണ്ട് കാണിച്ചു. സാറ് പറഞ്ഞു പട്ടി കടിച്ചതാണ്, അപ്പോൾ റിസ്ക് എടുക്കട്ടെ, SITയിലേക്ക് ഇന്ന് തന്നെ പോകാൻ പറഞ്ഞു. അപ്പോൾ 1-ാം തീയതി ഉച്ചയോടെ ഞങ്ങൾ ഇവിടെ എത്തി.
SAT ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. പേ വിഷബാധ തടയാനുള്ള വാക്സിൻ എടുത്തിട്ടും വിഷബാധ ഏറ്റത് വാക്സിൻ ഫലപ്രദമല്ലാത്തത് കൊണ്ടല്ലെന്നും ആശുപത്രി അധികൃതർ. കടിക്കുന്ന സമയത്ത് ഇതിൻ്റെ പല്ലുകൾ ഡയറക്റ്റ് ഞരമ്പിൽ പറ്റുകയാണെങ്കിൽ വൈറസ് ഡയറക്റ്റ് ഞരമ്പിൽ കൂടെ തന്നെ അപ്പോൾ തന്നെ സഞ്ചരിച്ചു തുടങ്ങും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ വാക്സിൻ എത്രത്തോളം അതിനകത്ത് പ്രൊട്ടക്റ്റീവ് ആകുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കുട്ടിയുമായി സമ്പർക്കത്തിലുണ്ടായിരുന്നവർ പ്രതിരോധ വാക്സിൻ എടുക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. കുട്ടിയെ കടിച്ച തെരുവുനായ ചത്തു. 24 തിരുവനന്തപുരം. വാക്സിൻ എടുത്ത ശേഷവും പേവിഷബാധയേറ്റുള്ള മരണം പത്തനംതിട്ടയിലും. കഴിഞ്ഞ മാസം 9-ന് 13-കാരി മരിച്ചത് പേവിഷബാധയെ തുടർന്നെന്ന് സ്ഥിരീകരിച്ചു. പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി ഭാഗ്യലക്ഷ്മിയാണ് മരിച്ചത്. ആരോഗ്യവകുപ്പിന് വീഴ്ച പറ്റിയെന്ന് പെൺകുട്ടിയുടെ പിതാവ് 24-നോട് പ്രതികരിച്ചു. നാരങ്ങാനത്തെ അമ്മ വീട്ടിൽ വെച്ച് ഡിസംബർ 13-നാണ് ഭാഗ്യലക്ഷ്മിക്ക് നായയുടെ കടിയേറ്റത്. തുടർന്ന് കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. പ്രതിരോധ വാക്സിനും എടുത്തു. എന്നാൽ ഏപ്രിൽ മാസം ആദ്യം അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ച പെൺകുട്ടി ഏപ്രിൽ 9-ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചു. സംഭവത്തിൽ ആരോഗ്യവകുപ്പിനും പഞ്ചായത്ത് അധികൃതർക്കും വീഴ്ച പറ്റിയെന്നും കുട്ടിയെ കടിച്ച 3-ാം നാൾ പട്ടി ചത്തിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും പിതാവ്. കോഴഞ്ചേരി കൊണ്ടുവന്ന് മുറിവിനും ഇഞ്ചക്ഷൻ എടുത്തതാണ്. അല്ലാതെ 4 ഇഞ്ചക്ഷൻ വേറെ ഉള്ളത് എല്ലാം പൂർത്തിയാക്കി. ഇപ്പം 4-ാമത്തെ മാസം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കുഞ്ഞിന് ഈ അസ്വസ്ഥത ഉണ്ടാകുന്നതും. 9-ാം തീയതി രാവിലെ 9:22 ആയപ്പോൾ കുഞ്ഞ് മരിച്ചു. ഏപ്രിൽ 9-ന് കുഞ്ഞ് മരിച്ചു. മരണശേഷം പബ്ലിക് ഹെൽത്ത് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. അതേസമയം പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ചികിത്സകൾ കുട്ടിക്ക് നൽകിയെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. കുട്ടിക്ക് ആഴത്തിലുള്ള മുറിവുണ്ടായെന്നും നാഡീവ്യൂഹത്തിലൂടെ വൈറസ് വേഗത്തിൽ തലച്ചോറിലെത്തിയെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ വ്യക്തമാക്കി. 24 പത്തനംതിട്ട. ശബരിമല റോപ്പ് വേ പദ്ധതിക്ക് കർശന നിബന്ധനകളുമായി വനംവകുപ്പ്. റോപ്പ് വേ വഴി സന്നിധാനത്തേക്ക് സാധന സാമഗ്രികൾ കൊണ്ടുപോകാൻ മാത്രമേ അനുവദിക്കൂ എന്നാണ് വനംവകുപ്പിന്റെ പ്രധാന നിബന്ധന. അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമേ മനുഷ്യരെ കയറ്റാൻ അനുമതി നൽകൂ. റോപ്പ് വേ നിലവിൽ വരുന്നതോടെ സന്നിധാനത്തേക്കുള്ള ട്രാക്ടർ സർവീസ് നിർത്തലാക്കുമെന്നും വനംവകുപ്പ് അറിയിക്കുന്നുണ്ട്. പമ്പ ഹിൽ ടോപ്പിൽ നിന്ന് ശബരിമല സന്നിധാനത്തെ പോലീസ് ബാരക്കിന് സമീപം വരെയാണ് നിർദ്ദിഷ്ട റോപ്പ് വേ പദ്ധതി. പൂർണ്ണമായും വനഭൂമിയിലൂടെ കടന്നുപോകുന്ന റോപ്പ് വേക്ക് വന്യജീവി ബോർഡിന്റെ അനുമതി അനിവാര്യമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അപേക്ഷ ലഭിച്ചതിന് പിന്നാലെ വനംവകുപ്പ് റോപ്പ് വേയുടെ അനുമതി സംസ്ഥാന വന്യജീവി ബോർഡിന്റെ പരിഗണനയ്ക്ക് വച്ചിരിക്കുകയാണ്. വന്യജീവി ബോർഡിന്റെ അനുമതിക്കായി സമർപ്പിച്ചിരിക്കുന്ന കുറിപ്പിലാണ് വനംവകുപ്പ് റോപ്പ് വേ അനുമതിക്ക് കർശന നിബന്ധനകൾ വെച്ചിരിക്കുന്നത്. റോപ്പ് വേയിൽ ഭക്തരെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നതാണ് പ്രധാന നിബന്ധന. സന്നിധാനത്തേക്ക് സാധന സാമഗ്രികൾ കടത്തുന്നതിന് മാത്രമാണ് അനുമതി. അത്യാഹിത സാഹചര്യങ്ങളിലും അടിയന്തര ഘട്ടങ്ങളിലും മാത്രമേ ഭക്തരെ റോപ്പ് വേയിൽ കൊണ്ടുപോകാൻ അനുവദിക്കൂ. റോപ്പ് വേ ഉപയോഗം പകൽ സമയത്ത് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുമുണ്ട്. റോപ്പ് വേ പദ്ധതിയിലൂടെ ലഭിക്കുന്ന വരുമാനത്തിന്റെ 2% ടൈഗർ ഫൗണ്ടേഷന് കൈമാറണം. റോപ്പ് വേ യാഥാർത്ഥ്യമാകുന്നതോടെ നിലവിൽ ഉപയോഗിച്ചു വരുന്ന ട്രാക്ടർ സർവീസ് നിർത്തലാക്കേണ്ടതാണെന്നും വനംവകുപ്പ് നിബന്ധന വെച്ചിട്ടുണ്ട്. പദ്ധതിക്കായി വിഭാവനം ചെയ്തിരിക്കുന്ന ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുത്. നിർമ്മാണത്തിന് വേണ്ടി രാസവസ്തുക്കൾ ഉപയോഗിച്ചുള്ള സ്ഫോടനം നടത്തരുത് തുടങ്ങിയ നിബന്ധനകളും വനംവകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അടുത്ത വന്യജീവി ബോർഡ് റോപ്പ് വേ അനുമതിയിൽ തീരുമാനമെടുക്കും. ആർ ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. ഇനി തൃശൂർ പൂരം വാർത്തകളിലേക്ക്. വിവാദങ്ങൾ ഒഴിവാക്കാൻ പൂരം നടത്തിപ്പിൽ ജാഗ്രത പുലർത്തി സർക്കാർ. ഇത്തവണ ഡ്യൂട്ടിക്ക് നിയോഗിക്കുക പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥരെ. സ്വരാജ് റൗണ്ടിൽ നിന്ന് ഇത്തവണ പൂരം വെടിക്കെട്ട് കാണാൻ കഴിയും. മുൻകൂർ അനുമതിയില്ലാത്ത ആംബുലൻസുകൾ പൂരനഗരിയിലേക്ക് പ്രവേശിപ്പിക്കില്ലെന്നായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നേരെയുള്ള മന്ത്രി കെ രാജന്റെ ഒളിയമ്പ്. ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ രാമനിലയത്തിൽ നടന്ന അവലോകന യോഗത്തിൽ പൂരം നടത്തിപ്പിലെ പ്രതിസന്ധികൾ ചർച്ചയായി. പരാതിരഹിത വിവാദരഹിത പൂരം ഉറപ്പാക്കാൻ വലിയ മുന്നൊരുക്കങ്ങൾ സർക്കാരും ദേവസ്വം ബോർഡും ചേർന്നൊരുക്കിയതായി മന്ത്രി VN വാസവൻ വ്യക്തമാക്കി. പൂരനഗരിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ മതത്തിന്റെയോ ചിഹ്നങ്ങൾ പാടില്ലെന്നും മന്ത്രി. ഏതെങ്കിലും മതജാതി പ്രസ്ഥാനങ്ങളുടെ സിഗ്നലുകളോ സിംബലുകളോ ഫ്ലക്സുകളോ അല്ലെങ്കിൽ വിവലകളോ ഒക്കെ പൂരവേദികളിൽ അവതരിപ്പിക്കുന്നുണ്ടായിക്കൂടാ. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ സിംബലുകളോ കൊടികളോ അതിന്റെ പ്രചരണ വേദിയായി പൂരവേദി മാറ്റിക്കൂടാ. കർശനമായി ആ വിഷയത്തിൽ പോലീസ് നിലപാട് സ്വീകരിച്ച് അതിന് ഗവൺമെന്റ് കൃത്യമായി ഇടപെടുന്നതാണ് എന്ന കാര്യം പറഞ്ഞു. രാത്രി പൂരത്തിന് ഇത്തവണ ആളുകളെ ബാരിക്കേഡ് ഉപയോഗിച്ച് തടയില്ലെന്നും സ്വരാജ് റൗണ്ടിൽ നിന്ന് വെടിക്കെട്ട് കാണാനാകുമെന്നും മന്ത്രി കെ രാജൻ. മുൻകൂർ അനുമതിയില്ലാത്ത ആരുടെയും ആംബുലൻസുകൾ പൂരപ്പറമ്പിലേക്ക് കടത്തിവിടില്ലെന്ന് മന്ത്രിയുടെ ഒളിയമ്പ്. നമ്മുടെ രാത്രി പൂരവുമായി ബന്ധപ്പെട്ട് 11 മണിക്ക് ശേഷം പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും എഴുന്നള്ളിപ്പുകൾ
ഏതെങ്കിലും വിധത്തിലുള്ള ബാരിക്കേഡ് തടസ്സങ്ങൾ ഉണ്ടാകേണ്ടതില്ല എന്ന് ഇത്തവണത്തെ പൂരത്തിന്റെ പ്രത്യേകതയായിട്ട് പൊതുവിൽ ആലോചിച്ചു. 2 ചില്ലിൽ തന്നെ DMOയുടെ ഓഫീസിൽ നിന്ന് ലഭ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് പതിച്ച ആംബുലൻസ് ഉള്ള വാഹനങ്ങൾ മാത്രമേ നഗരത്തിലേക്ക് കടത്തിവിടേണ്ടതുള്ളൂ എന്ന് കൃത്യമായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. നാളെയാണ് സാമ്പിൾ വെടിക്കെട്ട്. ലോക മലയാളികൾ കാത്തിരിക്കുന്ന തൃശൂർ പൂരം ചൊവ്വാഴ്ച. 24 തൃശൂർ. ഓസ്ട്രേലിയയിൽ ആന്റണി ആൽബനീസ് സർക്കാർ തുടരും. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആൽബനീസ് നേതൃത്വം നൽകുന്ന ലേബർ പാർട്ടി മേൽക്കൈ നേടി. ഇതോടെ ഓസ്ട്രേലിയയിൽ 21 വർഷത്തിനിടെ തുടർച്ചയായ 2ാം തവണയും പ്രധാനമന്ത്രിയാകുന്ന നേട്ടം ആന്റണി ആൽബനീസ് സ്വന്തമാക്കി. 3 വർഷത്തേക്ക് കൂടിയാണ് ആന്റണി ആൽബനീസ് തുടരുക. ഓസ്ട്രേലിയയിൽ നിന്ന് സ്വരാജ് സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. വോട്ടെണ്ണൽ ആരംഭിച്ച് 5 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഓസ്ട്രേലിയയിൽ ലേബർ പാർട്ടി വീണ്ടും അധികാരത്തിലെത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. നിലവിലെ പ്രധാനമന്ത്രിയായിട്ടുള്ള ആന്റണി ആൽബനീസി പ്രധാനമന്ത്രി പദം ഉറപ്പിച്ചിരിക്കുന്നു. 2004 ശേഷം തുടർച്ചയായി 2 ടേമുകളിൽ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്ന ആദ്യ വ്യക്തിയായി ആന്റണി ആൽബനീസി മാറുകയാണ്. ഏറ്റവും പുതിയ കണക്കുകളനുസരിച്ച് 86 സീറ്റുകളിൽ ലേബർ പാർട്ടി വ്യക്തമായ ഭൂരിപക്ഷം ഉറപ്പിച്ചിട്ടുണ്ട്. 40 സീറ്റുകളുമായി ലിബറൽ സഖ്യം പുറകിലാണ്. പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡട്ടൺ അദ്ദേഹം മത്സരിക്കുന്ന ഡിക്സൺ സീറ്റിൽ പുറകിലാണെന്ന് റിപ്പോർട്ടുകൾ വരുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അഭിപ്രായ സർവേകളെല്ലാം ഇരു പാർട്ടികളും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു പ്രവചിച്ചിരുന്നത്. ഒരു തൂക്കും മന്ത്രിസഭയ്ക്ക് വരെ തെരഞ്ഞെടുപ്പ് വിദഗ്ധർ സാധ്യത കൽപ്പിച്ചിരുന്നു. ഈ പ്രവചനങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ലേബർ പാർട്ടി വ്യക്തമായ ഭൂരിപക്ഷം നേടിക്കൊണ്ട് വീണ്ടും അധികാരത്തിലെത്തുന്ന കാഴ്ചയ്ക്കാണ് ഓസ്ട്രേലിയ സാക്ഷ്യം വഹിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി മുന്നോട്ട് വച്ച തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ, നയങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തു എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഭവന വിപണിയിൽ വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു രാജ്യമായിരുന്നു ഓസ്ട്രേലിയ. ഭവന വിപണിയെ ഉദ്ധരിക്കുന്നതിനായി $10 ബില്യൺ പദ്ധതിയാണ് ലേബർ പാർട്ടി പ്രഖ്യാപിച്ചത്. അത് ജനം ഏറ്റെടുത്തു. അതോടൊപ്പം ജീവിത ചെലവ് വലിയ ഒരു വിഷയമായിട്ട് വലിയൊരു ചർച്ചയായി മാറിയ ഒരു കാലഘട്ടമായിരുന്നു ഇത്. ജനങ്ങളുടെ ജീവിത ചെലവ് ലഘൂകരിക്കുന്നതിനായി സൂപ്പർ മാർക്കറ്റുകൾ അമിതമായി വില ഈടാക്കുന്നതിനെതിരെ ലേബർ പാർട്ടി മുന്നോട്ട് വന്നു. അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തു എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. കുടിയേറ്റത്തിലും വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു ലേബർ പാർട്ടിക്ക്. തികച്ചും വ്യത്യസ്തമായി കുടിയേറ്റത്തിന് പ്രതികൂലമായിട്ടുള്ള നിലപാടുകളുമായിട്ടാണ് ലിബറൽ സഖ്യം മുന്നോട്ട് വന്നത്. കുടിയേറ്റം 25% വെട്ടിക്കുറയ്ക്കുമെന്ന് ലിബറൽ സഖ്യം പ്രഖ്യാപിച്ചു. വളരെയധികം വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ച ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു ആ പ്രഖ്യാപനം. അത്തരത്തിൽ ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നയങ്ങളിലും ലിബറൽ സഖ്യം വളരെയധികം പുറകിൽ പോയി എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും വരുന്ന 3 വർഷം ലേബർ പാർട്ടി അധികാരത്തിൽ തുടരുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഓസ്ട്രേലിയയിൽ നിന്നും സ്വരാജ് സെബാസ്റ്റ്യൻ, 24. മലയാള സിനിമയിൽ ചർച്ചകൾക്ക് വഴിയൊരുക്കി ലിസ്റ്റിൻ സ്റ്റീഫന്റെ വിവാദ പ്രസ്താവന. മലയാള സിനിമയിൽ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ട്. ആ തെറ്റിനി ആവർത്തിക്കരുത് എന്നും വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും എന്നുമായിരുന്നു ലിസ്റ്റിന്റെ താക്കീത്. എന്നാൽ നടൻ ആരാണെന്ന് വെളിപ്പെടുത്താത്ത ലിസ്റ്റിൻ മലയാള സിനിമയിലെ മുഴുവൻ നടന്മാരെയും സംശയനിഴലിൽ ആക്കിയെന്ന് നിർമ്മാതാവ് സാന്ദ്ര തോമസ് വിമർശിച്ചു. ലിസ്റ്റിന്റെ പരാമർശത്തിൽ നിർമ്മാതാക്കളുടെ സംഘടനയിലും എതിർപ്പ് ശക്തമാണ്. ഇന്നലെ വൈകിട്ട് കൊച്ചിയിൽ നടന്ന സിനിമാ പ്രൊമോഷനിടെയാണ് നടന്റെ പേരെടുത്ത് പറയാതെയുള്ള ലിസ്റ്റിൻ സ്റ്റീഫന്റെ പ്രതികരണം. മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയിട്ടുണ്ട്. സോ ഒരു വലിയ മാലപ്പടക്കത്തിന് ഇന്ന് തിരികൊളുത്തിയേക്കാണ്. സോ അതൊരു വേണ്ടായിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ ആ നടൻ ഇത് കാണും. പക്ഷെ ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ലിസ്റ്റിൻ സ്റ്റീഫന്റെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കെ കരാർ ലംഘിച്ച് മറ്റൊരു സിനിമയിൽ അഭിനയിച്ചതാണ് പ്രകോപന കാരണമെന്നാണ് സൂചന. എന്നാൽ നടന്റെ പേര് പറയാതെയുള്ള ലിസ്റ്റിൻ സ്റ്റീഫന്റെ പ്രതികരണത്തിനെതിരെ നിർമ്മാതാവ് സാന്ദ്ര തോമസ് രംഗത്തെത്തി. പൊതുവേദിയിലെ പരസ്യ പ്രതികരണം മലയാള സിനിമയിലെ മുഴുവൻ നടന്മാരെയും സംശയമുനയിൽ നിർത്തിയെന്നാണ് സാന്ദ്രയുടെ വിമർശനം. ലിസ്റ്റിനെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹിത്വത്തിൽ നിന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കണമെന്നും സാന്ദ്ര ആവശ്യപ്പെട്ടു. അതേസമയം ലിസ്റ്റിന്റെ അഭിപ്രായ പ്രകടനത്തിൽ നിർമ്മാതാക്കളുടെ സംഘടനയിലും എതിർപ്പ് ശക്തമാണ്. വിഷയം സംഘടനയിൽ ഉന്നയിക്കാതെ പൊതുവേദിയിൽ പറഞ്ഞത് ശരിയായില്ലെന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. 24 കൊച്ചി.
ബ്രിട്ടനിലെ ഇന്ത്യൻ സ്റ്റുഡൻസിന്റെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും അസോസിയേഷനായ നിസാവും ഇന്ത്യയിലെയും UAE-യിലെയും വിദേശ വിദ്യാഭ്യാസ കൺസൾട്ടൻസിയായ എഡ്രൂട്ട്സ് ഇന്റർനാഷണലും ചേർന്ന് ബ്രിട്ടീഷ് കൗൺസിൽ പിന്തുണയോടെ കൊച്ചിയിൽ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. അച്ചീവേഴ്സ് ഡയലോഗ് എന്ന പേരിലായിരുന്നു സംഗമം. ലണ്ടൻ ഇംപീരിയൽ കോളേജ് ഉൾപ്പെടെ 30-ലധികം UK സർവകലാശാല പ്രതിനിധികൾ പങ്കെടുത്തു. പരിപാടിയോടനുബന്ധിച്ച് സ്കോളർഷിപ്പുകൾ, ഇന്റേൺഷിപ്പുകൾ, UK ക്യാമ്പസ് ലൈഫ്, IELTS, അഡ്മിഷൻ, വിസ നടപടിക്രമങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സംശയ നിവാരണം നടത്തി. കൊച്ചി മാരിയറ്റ് ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ ഡോക്ടർ ശശി തരൂർ MP ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെയും CMRLന്റെയും സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്നാവശ്യപ്പെട്ട് BJP നേതാവ് ഷോൺ ജോർജ് SFIO ഡയറക്ടർക്ക് കത്ത് നൽകി. മാസപ്പടി കേസ് CBI അന്വേഷിക്കണമെന്നും കത്തിൽ ആവശ്യമുണ്ട്. സേവനങ്ങളൊന്നും നൽകാതെ 2.8 കോടി രൂപ മുഖ്യമന്ത്രിയുടെ മകൾ വീണ CMRL നിന്ന് കൈപ്പറ്റിയെന്നാണ് SFIO കുറ്റപത്രം. ഇത് വീണയ്ക്ക് നൽകിയ പണമല്ലെന്നും കരിമണൽ ഖനനത്തിനു വേണ്ടി മുഖ്യമന്ത്രിക്ക് നൽകിയതാണെന്നും പരാതിക്കാരനായ ഷോൺ ജോർജ് ആരോപിച്ചു. CMRLന് രാഷ്ട്രീയ നേതാക്കളെ കൊണ്ടുണ്ടായ ലാഭം CBI അന്വേഷിക്കണമെന്നും ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു. ഇതിനകത്ത് പ്രതികളായിട്ടുള്ള വ്യക്തികളുടെയും മുഖ്യമന്ത്രിയുടെ മകളുടെയും സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ സെക്ഷൻ 212(14) അനുസരിച്ചുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ വഴി അല്ലെങ്കിൽ കേരളത്തിലെ വിവിധ രാഷ്ട്രീയക്കാരിൽ നിന്നും എന്ത് ലാഭമാണ് CMRL കമ്പനിക്ക് കിട്ടിയത്, അതിനുവേണ്ടി ഈ സംസ്ഥാനത്ത് എന്ത് നഷ്ടമുണ്ടായി, അത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം CBI അന്വേഷിക്കേണ്ട കുറ്റമാണ്. തിരിമറി നടത്തിയ പണം SFIO റിപ്പോർട്ടിലുള്ള പ്രതികളിൽ നിന്ന് ഈടാക്കണം. ഇതിനായി മുഖ്യമന്ത്രിയുടെ മകളുടെയും CMRLന്റെയും സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്നാണ് ഷോൺ നൽകിയ കത്തിലെ മറ്റൊരാവശ്യം. CMRLന് പുറമെ 8ഓളം സ്ഥാപനങ്ങൾ വീണയുടെ എക്സാലോജിക്കിന് പണം കൈമാറിയിട്ടുണ്ട്. CMRLന് സേവനങ്ങളൊന്നും നൽകിയിട്ടില്ലെന്ന് വീണ വിജയൻ സമ്മതിച്ചതായി SFIO കുറ്റപത്രത്തിൽ മൊഴിയുണ്ടെന്നും ഷോൺ ജോർജ് ആരോപിച്ചു. 24 കൊച്ചി. ഇവിടെ 24 പൂർത്തിയാവുകയാണ്. നമസ്കാരം.